Good morning to dear all. Have a nice day. Today we shall begin another beautiful lesson from our second unit. The title of the lesson is The Praise of Flowers. നമ്മൾ ഇന്ന് പ്ലസ് വണ്ണിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ആ ലെസന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, ഏത്? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അതിനൊരു ട്രാൻസ്ലേഷൻ മീനിങ് ഇപ്പോൾ പറയണ്ട. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ സ്റ്റോറി നിങ്ങൾ തന്നെ അത് എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ ആണ് അതിൻ്റെ വാല്യൂ എനിക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതവിടെ മനസ്സിൽ നിൽക്കട്ടെ. ആൻഡ് ദിസ് പ്രസന്റ് വൺ, a new lesson is based on relationships, ബന്ധങ്ങൾ. അത് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബന്ധങ്ങൾ വരാം, പേഴ്സണൽ ലൈഫുമായിട്ടുള്ള ബന്ധങ്ങൾ വരാം. എനിവേ റിലേഷൻസ് എപ്പോഴും അത് റിയൽ റിലേഷൻ തന്നെ ആകണം എന്നാണ് ഈ ലെസൺ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മോറൽ മെസ്സേജ്. പഠിക്കുന്നത് സാഹിത്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അത് എപ്പോഴും ചിലപ്പോൾ ചില പാഠങ്ങളിലൂടെ നമുക്ക് എന്ത് കിട്ടും, ചില മോറൽ ലെസൺസുകളും അല്ലെങ്കിൽ വെർച്വസ് ക്വാളിറ്റീസ് നമ്മളിലേക്ക് എന്ത് ചെയ്യാം, ഇൻസ്പയർ ചെയ്യാൻ ഉള്ള ഒരു അവസ്ഥയും അത്തരം സാഹിത്യങ്ങൾ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും. ഇൻ ഷോർട്ട് ഐ ക്യാൻ സേ ദ പ്രൈസ് ഓഫ് ഫ്ലവർ എന്ന് പറയുന്ന ഈ ലെസൺ വിച്ച് ഗീവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഐഡന്റിഫൈ the value of human relationship, or we can say intimacy of family relationship എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ ബേസ് ചെയ്ത് എഴുതിയ വളരെ ഹാർട്ട്ലി ടച്ചിങ് ആയിട്ടുള്ള, ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റോറിയാണ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. പ്ലസ് വണ്ണിൻ്റെ പുസ്തകത്തിൽ ഒരുപാട് നല്ല നല്ല പാഠങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻറ്റിമസി തോന്നിയ ഒരു ലെസൺ എന്ന് പറയുന്നത് ഈ ലെസണാണ്. അപ്പോൾ ഒരുപക്ഷെ ആ ലെസൺ എന്നിലുണ്ടായിട്ടുള്ള ഇൻസ്പിറേഷൻസുകളും അല്ലെങ്കിൽ എന്നിലുണ്ടായിട്ടുള്ള ചേഞ്ചസുകളുമായിരിക്കാം അത്രത്തോളം ഒരു ഇഷ്ടം എനിക്ക് ഈ പാഠത്തോട് തോന്നാനുള്ള കാരണം. വളരെ ഇഷ്ടപ്പെട്ട, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലെസണാണ് ഇത്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഓഥറിനെ കുറിച്ച് നോക്കാം. ഓഥർ ഒരു ഇന്ത്യക്കാരനാണ്, ഒരു ബംഗാളി റൈറ്ററാണ്. ബംഗാളിലേക്ക് ഇഷ്ടംപോലെ റൈറ്റേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ലോട്ട് ഓഫ് ബംഗാളി റൈറ്റേഴ്സ് വി ഹാവ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ. അപ്പോൾ ഇവിടുത്തെ റൈറ്ററുടെ പേര് പ്രഭാത് കുമാർ മുഖോപാധ്യായ് എന്ന പേരിലുള്ള ഒരു വ്യക്തി. ഒന്നുകൂടെ പറയാം, പ്രഭാത് കുമാർ മുഖോപാധ്യായ് എന്നാണ് നമ്മുടെ റൈറ്ററിൻ്റെ പേര്. ബംഗാളി ടീമാണ് നമ്മൾ വായിച്ചത്, ബംഗാളി നൈമാണ് നമ്മൾ എന്ത് ചെയ്തത്, വായിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ആൻഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റുന്ന കാര്യം എന്താണ്, ആൻഡ് ഹു ഈസ് ഹി എന്ന് ചോദിച്ചാൽ നമുക്ക് എൻ്റെ ആൻസർ പറയാൻ പറ്റും. പ്രഭാത് കുമാർ മുഖോപാധ്യായ ഈസ് ആൻ ഇന്ത്യൻ റൈറ്റർ ബിലോങ് ടു ബംഗാൾ. ബംഗാളിൽ ഉള്ള ഒരു റൈറ്ററാണ്. ആൻഡ് ഹി ഈസ് എ എമിനന്റ് സ്റ്റോറി ടെല്ലർ. ആൻഡ് വി ക്യാൻ സേ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസുകളെല്ലാം എപ്പോഴും വ്യക്തമാക്കുന്ന ഒരു കോമൺ ആസ്പെക്ട് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ പ്രശ്നങ്ങൾ. ഓൾ ടൈം ഹി ഫോക്കസസ് ഓൺ ദ ഇഷ്യൂസ് റിലേറ്റഡ് ടു മിഡിൽ ക്ലാസ് പീപ്പിൾ. നമ്മളെ പോലെയുള്ള സമൂഹത്തിലെ മധ്യമധ്യങ്ങളായ ആൾക്കാരുണ്ടാവും, അവരെ പ്രശ്നങ്ങളെയാണ് പുള്ളി എപ്പോഴും അനലൈസ് ചെയ്യുന്നത്. ഒരു നമ്മുടെ നാട്ടിൻപുറത്തുകാരൻ്റെ സാധാരണ ചിന്താഗതികളാണ് പുള്ളി പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരല്ലേ, നമ്മൾ ഈ സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട്. പുള്ളിയുടെ സിനിമ കണ്ട ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു പേഴ്സണൽ ഇൻറ്റിമസി ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യപ്പെടും, ഉണ്ടായിപ്പോകും. അതായത് ഹൈ ലെവലിലുള്ള ഹൈടെക് സിറ്റുവേഷൻസുകളല്ല ആര് പറയുന്നത്, ഈ പ്രഭാത് കുമാർ തൻ്റെ കഥകളിൽ പറഞ്ഞു പോയിട്ടുള്ളൂ.
ആൻഡ് ഹീസ് എ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ്. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. സ്റ്റോറി ടെല്ലറാണ്, അതേസമയം ഒരു നോവലിസ്റ്റുമാണെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അല്ലേ. അപ്പോൾ മിഡിൽ ക്ലാസ് പീപ്പിൾസിന്റെ ഇഷ്യൂസിനെ കുറിച്ച് പറയുക എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ഇതാണ് കോമൺ നേച്ചറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന്റെ മേജർ വർക്കുകളെല്ലാം എഴുതിയത് ഏത് ലാംഗ്വേജിലാണ്? ബംഗാളി ലാംഗ്വേജിലാണ്. ഈ ലെസൺ പോലും ഇതാണ് ബംഗാളിൽ നമ്മൾ എഴുതിയതാണ്. നമ്മൾ ട്രാൻസ്ലേഷൻ ഇതാണ്, ട്രാൻസ്ലേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ലെസണിലൂടെ വായിച്ചു പോകുന്നത്. അപ്പോൾ ആൻഡ് സമൺ ആസ്ക് യു വാട്ട് ഈസ് അബൌട്ട് ദ ലെസൺ എന്ന് ചോദിച്ചെന്ന് പറയും ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ച് പറയുന്ന സ്റ്റോറി എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുക, ദ സ്റ്റോറി ഈസ് അബൌട്ട് ദ ഇന്റിമസി ഓഫ് ഫാമിലി റിലേഷൻഷിപ്പ്. ഫാമിലി റിലേഷൻഷിപ്പിന്റെ ഇന്റിമസിയെ കുറിച്ചാണ് ഈ ലെസൺ പറയുന്നത് അല്ലേ. അല്ലാതെ ഫ്രണ്ട്സ് റിലേഷൻ നമുക്ക് ഉണ്ടാവാം. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് നല്ല ആത്മാർത്ഥമായ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ആവാൻ സെക്കൻഡുകൾ മതി, പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ടീഡിയസ് ജോബ്, വളരെ ഹാർഡ് വർക്കുള്ള സംഭവമാണ്. പലരുടെയും സാഹചര്യം കൺവീനിയന്റ് അനുസരിച്ചാണ് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. 1ാം ക്ലാസ്സിൽ പഠിച്ച ആരെങ്കിലും ഇപ്പൊ നിങ്ങളോട് ഉണ്ടോ? അത്രയും ഇന്റിമസി ഉള്ള ആരെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇന്റിമസി ഇപ്പോഴും ആ വ്യക്തിയോട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചില അപൂർവമായിട്ട് മാത്രമേ ഉത്തരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ, കേൾക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് അല്ലേ. പ്രൊഫഷണൽ ഫ്രണ്ട്സ് ഉണ്ടാവും, കൺവീനിയന്റ് ഫ്രണ്ട്സ് ഉണ്ടാവും, പിന്നെ പ്രോഫിറ്റ് നേടാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. ഇവിടെ ആ സോഷ്യൽ ഫ്രണ്ട്ഷിപ്പിനല്ല പറയുന്നത്. ദ ലെസൺ ഈസ് അബൌട്ട് ഫാമിലി റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ്സ് ഡെപ്ത്നെസ്. അതിന്റെ ആഴത്തെ കുറിച്ച് പറയുന്നത് ഒരു ലെസണാണ് ഇത്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, നമുക്കത് പാഠത്തിലേക്ക് പോകാം. ദ ബോണ്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഒറ്റയ്ക്ക് ലോകത്ത് ആർക്കും താമസിക്കാൻ പറ്റില്ല. നമ്മൾ ആരെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്താവും, പാരൻസുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബവുമായിട്ടോ നമുക്ക് ഇന്റിമസികളില്ലാതെ, ബോണ്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. ദ ബോണ്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആർ വെരി സ്ട്രോങ്. ചിലരുടെ റിലേഷൻ വളരെ സ്ട്രോങ് ആണ്, ആർക്കും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന എത്രയോ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകളുണ്ട് അല്ലേ. അതിന് ഒരിക്കലും നെഗറ്റീവായി കാണാതെ, എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാതെ അല്ലേ, ഒന്നിനുമല്ല, വെറുതെ നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്ന നല്ല ആൾക്കാരുണ്ട്. ദേ ആർ ആൾസോ കോംപ്ലെക്സ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു എക്സ്പ്ലെയിൻ. ഇപ്പൊ എനിക്കങ്ങനെ ഒരു തിക് ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലോസം ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഒരാൾ ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് റിലേഷനെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഈവൻ ആൽഫബറ്റ്സ് പോലും എനിക്ക് തികയാതെ വരും അല്ലേ. കാരണം അങ്ങനെ കൺവേ ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല ആ റിലേഷന്റെ എന്താണ് ഇന്റിമസി എന്ന് പറയുന്നത്. നോർമലി വളരെ കോംപ്ലക്സ് ആണ്. സംടൈംസ് ടു എക്സ്പ്ലെയിൻ എ ഫ്രണ്ട്ഷിപ്പ് ഇൻ ഡീറ്റെയിൽ, ദാറ്റ് ഈസ് എ കോമൺ തിങ്. വേർഡ്സ് ആൻഡ് ഡീഡ്സ്, നമ്മളെ യൂണിറ്റിന്റെ പേര് വേർഡ്സ് ആൻഡ് ഡീഡ്സ് ആണ്, മറക്കരുത്. ഹാവ് എ സൂതിങ് എഫക്ട്. ദ സൂതിങ് എഫക്ട്, ഒരു സാന്ത്വനമാണ് സത്യത്തിൽ ഈ യൂണിറ്റ് എന്ന് പറയുന്നത്. ഗാന്ധിജി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിനുള്ള സാന്ത്വനമായിരുന്നില്ലേ? അതുപോലെ തന്നെ മനസ്സിനെയും ശരീരത്തെയും സാന്ത്വനമാക്കുന്ന ഒരു സൂതിങ് എഫക്ട് ഉണ്ടാക്കുന്ന ഒരു കഥയാണ് ഇത്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. സൂതിങ് എഫക്ട് ആൻഡ് ദേ സിമെന്റ് ദ ബോണ്ട്. സിമെന്റ് എന്ന് പറയുന്നത് നമ്മളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇതില്ലേ. അപ്പോൾ ഈ ബോണ്ട് ഓഫ് റിലേഷൻഷിപ്പിനെല്ലാം നല്ല ദൃഢമായി എന്ന് ചേർത്ത് വെക്കുന്ന ഒരു സൊല്യൂഷനാണ് അല്ലേ. അപ്പോൾ ഹ്യൂമൻ റിലേഷൻസിന്റെ സിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നല്ല നല്ല ബന്ധങ്ങൾ എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അത് നല്ല ബോണ്ട് ഓഫ് റിലേഷനായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അപ്പോൾ ഈ വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? വി ക്യാൻ സേ സംടൈംസ് എന്താണ് അപ്പീൽസ് ടു എ സിമെന്റ് ആൻഡ് വിച്ച് എനേബിൾ ടു മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ബോണ്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. It is a strong story about the intimacy of words. പിന്നെ വാക്കുകൾ ഉണ്ടാകുന്ന ഇന്റിമസി. നമ്മൾ പറയും വാക്കുകളാണല്ലോ മാറ്റി മാറ്റി പറയാൻ പറ്റുക. നാഴികയ്ക്ക് 40 നേരം വേണമെങ്കിലും വാക്കുകൾ മാറ്റി പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ. അവർക്ക് അവർ പറയുന്നവർ അവരോട് പോലും അവർക്ക് എന്തില്ല, ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഇഫ് ഐ പ്രോമിസ് സംതിങ് ടു യു, അത് എന്നോടായാലും നിന്നോടായാലും ആരോടായാലും ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ആ വാക്കിനെങ്കിലും വിലമതിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറാകും.
ചില ആൾക്കാർ പറഞ്ഞത് ഒരു കാര്യങ്ങളും കൃത്യമായി ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ അത്തരം ആൾക്കാരുടെ നേച്ചർ എന്ന് പറയുന്നത് അവരോട് നമുക്ക് ഒരിക്കലും ഒരു ഇന്റിമസി ഒന്നും ചാൻസ് ഇല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു മെയിൻറ്റെയിൻ ദിയർ വേർഡ്സ്. വാക്കും പ്രവൃത്തികളും കറക്റ്റ് ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അയാൾക്ക് മറ്റുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റൂ, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്ത് ചെയ്യപ്പെടും? ബന്ധങ്ങൾക്ക് ഒരുപാട് ക്രാക്കിങ്ങൾ എന്ത് ചെയ്യപ്പെടും, സംഭവിക്കും, വിള്ളലുകൾ ഏറ്റു. അപ്പൊ നമുക്ക് സ്റ്റോറി വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് കേട്ടോ. ഒരു എംബലിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നും അല്ല, വളരെ സിമ്പിൾ. ലോകത്ത് ആർക്ക് വായിച്ചാലും മനസ്സിലാവുന്ന ഇംഗ്ലീഷിലാണ് ഈ പാഠം എഴുതിയിട്ടുള്ളത്. അത് ഈ പാഠത്തിന്റെ മറ്റൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എടുത്ത് പറയത്തക്ക പ്രത്യേകതയാണ് ദ സ്റ്റൈൽ ഓഫ് കമ്പോസിഷൻ ഈസ് വെരി സിമ്പിൾ ആൻഡ് എലഗന്റ്. വളരെ മനോഹരമാണ്, എങ്കിൽ അതേസമയം സിമ്പിളുമാണ് ഈ ലെസൺ എന്ന് പറയുന്നത്. ഞാൻ ലെസണിലേക്ക് പോവാണ്. ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഗ്രാജുവൽ ഗ്രോത്തിൽ നിന്നല്ല ഈ ലെസൺ ആരംഭിച്ചു. ഒരു ഇവന്റ് പറയും, ആ ഇവന്റ് പറഞ്ഞ ശേഷമായിരിക്കും പിന്നുള്ള കാര്യങ്ങൾ പറയും. കാരണം ഫ്ലാഷ് ബാക്കിംഗ് എന്ന് കേട്ടിട്ടില്ലേ? സിനിമയിലെ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ഒരു നായകൻ പറയാണ്, ഞാൻ 1774 ബോംബെയിലായിരുന്നു. പിന്നെ കാണിക്കുന്ന ബോംബെ നഗരവും അവിടുത്തെ സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും എന്ത് ചെയ്യുക, നാട്ടിലേക്ക് മടങ്ങിയെത്തുക. അങ്ങനെ പറയുന്നതാണ് ഇത് ഫ്ലാഷ് ബാക്ക്. നോക്കിക്കോളൂ. ഇറ്റ് വാസ് നിയർലി 1 o'clock. സത്യമാണ്, ഇപ്പോൾ മണി ഏകദേശം 1-2 ആയിട്ടുണ്ട് അല്ലേ? ടൈം വളരെ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് നിയർലി 1 o'clock. ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗ്രി. സത്യം പറയട്ടെ, പേഴ്സണലി പറയട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. പക്ഷെ ഇത് തീർത്തില്ലേ പോകാൻ പറ്റും. It was nearly 1 o'clock and I was feeling extremely hungry. നല്ല വിശപ്പുണ്ടായിരുന്നു. സമയം 1 മണിയായേ, വിശക്കും അല്ലേ? നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ 1 മണിക്കാണെങ്കിൽ നിങ്ങൾ പറയും, നമ്മളെപ്പോഴേ കഴിച്ചു സാർ, നമ്മൾ അടുത്തേക്കുള്ള പ്രയാണത്തിലാണ് എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നത് കാണുന്നത്. So I made my way means I go slowly to a vegetarian restaurant. പയ്യെ ഞാൻ എന്ത് ചെയ്തു, വിശപ്പ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ പോലും ഞാൻ വളരെ മാന്യമായിട്ട് എന്ത് ചെയ്തു, പയ്യെ. നമുക്കാണെങ്കിൽ വിശപ്പ് വന്നാൽ പിന്നെ ഭ്രാന്താണ്. ഒരു സ്ലോലി ആൻഡ് ഹി സ്ലോലി ഗോ ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് വിച്ച് വാസ് നോട്ട് ഫോർ അവേ. അതായത് സിറ്റി നിൽക്കുകയാണ്, വിശപ്പ് നന്നായിട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു, പയ്യെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ഇങ്ങനെ പോയി. റെസ്റ്റോറന്റ് എന്നാണ് പ്രൊനൗൺസിയേഷൻ. റെസ്റ്റോറന്റ് നമ്മൾ പറയുന്നതാണ്. റെസ്റ്റോറന്റ് ഈസ് റൈറ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദ വേർഡ്. ക്യാൻ യു ഇമാജിൻ ഒരു സിറ്റി? ആ ഇമേജിന്റെ സ്ഥലം വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ലണ്ടനിലാണ് കഥ നടക്കുന്നത്. ലണ്ടനിൽ നിൽക്കുന്ന ഒരു ഇന്ത്യക്കാരൻ, മണി 1 ആയി, നല്ല വിശപ്പുണ്ടായിരുന്നു. ഇയാൾ എന്ത് ചെയ്തു, പയ്യെ അവിടെ നേരെ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ എന്ത് ചെയ്തു, ഇയാൾ എത്തിച്ചേർന്നു. ഒരുപാട് ദൂരമൊന്നും ആയിരുന്നില്ല, നിന്ന സ്ഥലത്ത് നിന്ന് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെ പോയത്. ഇൻ സെന്റ് മാർട്ടിൻസ് ലൈൻ. അപ്പോൾ സെന്റ് മാർട്ടിൻസ് ലൈൻസ് എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ് ഈ കഥ നടക്കുന്നത്. ലഞ്ച് അവേഴ്സ് ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് വെയർ നോട്ട് സോ ക്രൗഡഡ് ഇൻ ദോസ് ഡേയ്സ്. എന്തോ ഞാനിവിടെ ലണ്ടനിൽ ഉണ്ടായിരുന്ന കാലത്തെ ഈ ലഞ്ച് അവേഴ്സിൽ പോലും റെസ്റ്റോറൻറ്റുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം അത്ര അസാധാരണ തിരക്കൊന്നും ഞാൻ എന്തില്ല ആ റെസ്റ്റോറൻറ്റിൽ ഞാൻ ഒരിക്കലും കണ്ടില്ല. So that was my experience. Not all time. During my stay at London, I felt the restaurants were not so busy. I found not more than 3 or 4 hungry people scattered around the room. ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ ഒരു വലിയ ഹാൾ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാരില്ല, 2-3 ആൾക്കാർ. Some hungry souls are there. They are scattered there. കുറേ 1-2 ആൾക്കാർ, വിശക്കുന്ന ആത്മാക്കൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, ഒരാൾ അവിടെ ഇരിക്കുന്നു, ഒരാൾ ഇവിടെ, അങ്ങനെ ഇരിക്കുന്ന സ്റ്റേജ്, ബിസിയൊന്നുമല്ല. ആൻഡ് സ്കാറ്റേർഡ് റൗണ്ട് ദ റൂം. ഐ ചോസ് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യും, പോയിട്ട് എന്ത് ചെയ്യും, നമ്മളെങ്ങനെയാണ് നോക്കുക? ഇപ്പോൾ ഹോൾ കൺട്രീസൊക്കെ നമ്മൾ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ഫാനിൻ്റെ തൊട്ട് മൂട്ടി പോയി കൊടുക്കും, കാറ്റ് കിട്ടത്തില്ല. ഇത് ദൂരോട്ട് പറഞ്ഞാൽ കാറ്റ് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടേബിൾ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. സീറ്റഡ് മൈ സെൽഫ് ആൻഡ് ഓപ്പൺ ന്യൂസ് പേപ്പർ. നമ്മളാണെങ്കിൽ പറയും, എൻ്റെ പാടാ വിശക്കുന്നു, ഇവിടെ എന്തൊക്കെയുണ്ട്, ഒരു മര്യാദയില്ലേ സംസാരിക്കും, വിശപ്പ് നമുക്ക് ഭ്രാന്താണ്. ആൻഡ് ഹി സാറ്റ് ഡൗൺ ആൻഡ് ബിഗാൻ റീഡ് ദ പേപ്പർ, എ ന്യൂസ് പേപ്പർ. എഴുതി വായിച്ചുകൊണ്ടിരിക്കുക ചെയ്യും. എല്ലാം ശാന്തമാണ് കേട്ടോ. എ വെയിട്രസ് അവിടെ വന്നത്, ഒരു വെയിട്രസ് ആയിരുന്നു, ഫീമെയിൽ ആയിരുന്നു. വെയിറ്റർ അല്ല, വെയിട്രസ്.
കെയിം അപ്പ് ആൻഡ് വെയിറ്റഡ് പൊളൈറ്റ്ലി ഫോർ മൈ ഓർഡർ. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയായിരുന്നു. ഒരു ഇംഗ്ലീഷ് വുമണായിരുന്നു. കാരണം ബഹളമൊന്നും വയ്ക്കാതെ വളരെ ശാന്തമായി വരികയും എൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുകയും ചെയ്തു. വൈ ഷീ റിമൈൻഡ് ദെയർ സൈലന്റ് എന്ന് ചോദിച്ചാൽ ഷി വോണ്ട് ലൈക്ക് ടു ഡിസ്റ്റർബ് മീ ബിക്കോസ് ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ വായിക്കട്ടെ. അപ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അത് നല്ലൊരു കോർട്ടസിയാണ് അല്ലേ? ആൻഡ് ഷീ വെയിറ്റഡ് ഇംപേഷ്യൻ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് മീ ഫോർ ദ ഓർഡർ. ഐ റൈസ്ഡ് മൈ ഐസ്. കുറേ വായിച്ചു തന്നെ എന്ത് ചെയ്തു, പയ്യെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കണ്ടു. ഐ റൈസ്ഡ് മൈ ഐസ് ഫ്രം ദ പേപ്പർ, ഗ്ലാൻസ്ഡ് അറ്റ് ദ മെനു. എനിക്ക് ഉടനെ എന്ത് ചെയ്തു, ഞാൻ ആ മെനു ഒന്ന് വായിച്ചു നോക്കി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഗ്ലാൻസ്ഡ് ദ മെനു ആൻഡ് ടോൾഡ് ഹെർ വാട്ട് ഐ റിക്വയർഡ്. എനിക്ക് എന്താണ് കഴിക്കാൻ ആവശ്യം ചെയ്യുന്ന കാര്യം ഞാൻ എന്ത് ചെയ്തു, ആ സ്ത്രീയോട് ഞാൻ ആവശ്യപ്പെട്ടു അല്ലേ? താങ്ക് യു സർ, ദാറ്റ് വാസ് റിപ്ലൈ ഫ്രം ദിസ് വെയിട്രസ്. താങ്ക് യു സർ. കാരണം കോർട്ടസിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ആചാര ബഹുമാനങ്ങളുടെ കാര്യത്തിൽ ഇംഗ്ലീഷുകാർ ഒരുപാട് ഫോർവേഡ് ആണ് compared to Indians. She said and went briskly and noiselessly away. അപ്പോൾ താങ്ക് യു സാർ ഒരു പെട്ടെന്ന് പോയി. കാരണം പിന്നെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം കസ്റ്റമറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല, ഇൻകൺവീനിയന്റ് തോന്നാൻ പാടില്ല. ബ്രിസ്ക്ലി മീൻസ് ഫാസ്റ്റ്ലി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഷി വാസ് വെരി കോഷ്യസ് അബൌട്ട് നോട്ട് മേക്കിംഗ് നോയ്സ് ഉണ്ടാക്കാതെ പയ്യെ നടന്നു. Okay, at that moment, my attention was drawn to a table not far from mine. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് my attention scattered. ഞാൻ ശ്രദ്ധ ഒന്നിലേക്ക് പോയി അല്ലേ? At that moment, my attention was drawn to a table. ടേബിളിലേക്ക് ഞാൻ നോക്കി. Not far away from mine. ഞാൻ ഇരിക്കുന്ന ടേബിളിന് തൊട്ടടുത്തുള്ള ഒരു ടേബിളിൽ ഒരാൾ ഇരിക്കുന്നത് ഞാനൊന്ന് നോക്കി. A young English girl was sitting there. അവിടെ ഇരുന്നാരായിരുന്നു? ഒരു യങ് ചെറുപ്പക്കാരിയായിരുന്നു, അല്ലെങ്കിൽ കുട്ടിയായിരുന്നു. ഇംഗ്ലീഷ് ഗേൾ, ഒരു ഇംഗ്ലീഷുകാരിയായ ഒരു ഗേൾ. ഇംഗ്ലീഷുകാരി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്, ഒരിക്കലും പറയുന്നത്. ഇപ്പം ഞാൻ എന്ന് പറയണം, ഞാനിപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറാണ്, ഐ ആം യുവർ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഞാൻ ഇന്ത്യക്കാരനാണ്. ഇംഗ്ലീഷ് ടീച്ചർ മീൻസ് ടീച്ചർ ഹൂ കെയിം ഫ്രം ദ നേറ്റീവ് ലാൻഡ് കോൾഡ് ലണ്ടൻ. ലണ്ടനിൽ വന്ന ആൾക്കാരാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണോ, ഇംഗ്ലീഷ് സാറാണോ? അല്ല. ഇപ്പൊ എന്താ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ സെന്റൻസ്? ഐ ആം ദ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ്. ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് എന്നേ പറയാവൂ കേട്ടോ. ഇംഗ്ലീഷ് ടീച്ചർ, മാത്തമാറ്റിക്സ് ടീച്ചർ, ഫിസിക്സ് ടീച്ചർ ഒക്കെ തെറ്റ്. എന്നാൽ മറ്റത് സബ്ജക്ട് ലാംഗ്വേജ് അല്ലാത്തതുകൊണ്ട് ചിലർ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നതാണ്. എന്നാൽ പോലും particularly whenever using language teachers, don't try to Malayalam teacher is wrong. Teacher of Malayalam ആണ് ഇത് ശരിയായിട്ടുള്ള യൂസേജ്. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. At that moment my attention was drawn to a table not far from mine. A English girl was sitting there. She had been watching me. ഞാൻ നോക്കിയപ്പോഴേ ആ പെൺകുച്ചി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. She had been watching me. വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ്. കാഷ്വൽ അല്ല, നോർമൽ ലുക്ക് അല്ല, ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ. ഇൻട്രസ്റ്റഡ് സർപ്രൈസ് ബട്ട് ടെൻഡ് ഹർ ഐസ് അവേ ആസ് സൂൺ ആസ് ഐ ലുക്ക്ഡ് അറ്റ് ഹർ. ഞാൻ അവളെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ ഇത് കണ്ണു മാറ്റി. ദാറ്റ്സ് വൈ ഐ ലിസൺഡ്. ദ ഗേൾ വാസ്, ഞാൻ പെൺകുട്ടി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ദ ഗേൾ വാസ് 13 or 14 years old. 13-14 വയസ്സുണ്ട്. ഹർ ക്ലോത്ത്സ് ബിട്രൈഡ് ഹർ പോവർട്ടി. ബിട്രൈ മീൻസ് ചതിക്കുക എന്ന അർത്ഥം. ഇവിടെ അർത്ഥം എന്താണ്? റിവീൽ എന്ന അർത്ഥം. അവളെ വേഷവിധാനം കണ്ടാൽ അറിയാൻ പറ്റും അവൾ ദാരിദ്ര്യത്തിന്റെ അങ്ങറ്റത്ത് ജീവിക്കുന്ന ഒരു പെൺകുച്ച അല്ലേ? ആൻഡ് ഷീ ഈസ് നോട്ട് എ വെൽത്തി റിച്ച് ഗേൾ. ഹർ ഹെയർ ഹങ് ഇൻ ദ ഹെവി സ്ട്രെയിൻ. പൈസ ഇല്ലെന്നേ കുട്ടിക്കുള്ളൂ. സൗന്ദര്യം ഈശ്വരൻ വാരി കോരി കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഏതിലൂടെയാണെന്ന് വെച്ചാൽ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്, ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? ലോങ് ഹെയർ ആയിരിക്കും. നീളമുള്ള, നല്ല ഇടതൂർന്ന, കട്ടിയുള്ള, സ്ട്രീം കണക്ക് താഴെ കിടക്കുന്ന
കറുത്ത മുടിയുള്ള കുട്ടികളില്ലേ? പ്ലസ് കൊച്ചുങ്ങളെ ഞാൻ ആരും കണ്ടിട്ടില്ല. ചിലപ്പോൾ കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഭയങ്കര മുടിയൊക്കെ ഉണ്ടായിരിക്കും. ഇത് നന്നായിരിക്കട്ടെ. അപ്പോൾ ഭയങ്കര സ്ട്രീം ലൈക്കുള്ള ഹെയർ ആണ് ആ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് പൊതുവെ ജനറേഷനിൽ ഹെയർ ഇല്ല എന്നാണ് ഞാൻ, എന്നെ പോലെ ഒന്നല്ല. നമ്മൾ പിന്നെ പണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല. പെൺകൊച്ചുകൾ ആരെയോ പറഞ്ഞു അല്ലേ? ചിലരുടെ മുടി ഉണ്ടാകുമ്പോൾ ചിരി വന്നു പോകും. എങ്ങനെയായിരിക്കും? മുമ്പോട്ടിട്ടാൽ മൂക്ക് വരെയും പിമ്പോട്ടിട്ടാൽ പെടല് വരെയും, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ഒരു ഗ്രോത്ത് ഇല്ല. അങ്ങനെയുള്ള കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവും. പോട്ടെ. ഇപ്പോൾ ലോങ് ഹെയർ ഈസ് സിമ്പിൾ ഓഫ് ബ്യൂട്ടി. അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ലോങ് ഹെയർ ഉള്ള പെൺകൊച്ചുകൾക്ക് എന്താ പൊതുവെ ആയുസ് കുറയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണെങ്കിൽ വെട്ടിച്ച് കിട്ടിയെങ്കിൽ അറിയത്തില്ല. പോട്ടെ. യെസ്. അപ്പോൾ ഹങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹർ ബാക്ക്. അവളുടെ മുട്ടോളെ ബേക്ക് നല്ലപോലെ കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രീം ഓഫ് ഹെയർ ഉണ്ടായിരുന്നു. ഹർ ഹെയർ ഹങ് ഓൺ ദ ഹെവി സ്ട്രീം ഡൗൺ ഹർ ബാക്ക്. ഹർ ഐസ് വെയർ ലാർജ്. പിന്നെന്ത് വേണം? നീളമുള്ള കട്ടിയുള്ള മുടി. പിന്നെ കണ്ണുകൾ വളരെ അട്രാക്റ്റീവാണ്. ആരെയും അട്രാക്ട് ചെയ്യുന്ന, എൻചാൻമെന്റിലേക്ക് കൊണ്ടുപോകുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ണുകളായിരുന്നു ലാർജ് ഐസ്. എന്താ ലാർജ് ഐസ്? അർത്ഥം വലിയ ഉണ്ട കണ്ണുകളുള്ള കമ്പ്യൂട്ടർ ഇല്ലേ? നമ്മളെ പോലെ എട്ടിക്കണ്ണൊന്നുമല്ല. ഹെവി സ്ട്രീം ഡൗൺ ഹർ ബാക്ക്. ഹർ ഐസ് വെയർ ലാർജ്. ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. ഉണ്ട കണ്ണൊക്കെ, പക്ഷെ കണ്ട ആരും കരഞ്ഞു. ആ കണ്ണുകളിൽ ഒരുപാട് വേദനകൾ, ആ കണ്ണിൽ നിന്ന് ഒരുപാട് കണ്ണുനീരുകൾ വാർന്നൊഴുകുന്ന കണ്ണുകളായിരുന്നു എന്ന് ആർക്ക് കണ്ടാലും ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സാഡ് എക്സ്പ്രഷൻ. ഐ വാച്ച്ഡ് ഹർ വെൻ ഷി വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ്. അവൾ എന്നെ നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവളെ നോക്കി. അവളെന്നെ നോക്കുന്നുണ്ടപ്പോൾ ഞാൻ കണ്ടു മാറ്റി. ഇതുപോലെ തന്നെയാണ് അവളും അല്ലേ? അവളെന്നെ നോക്കി, ഞാൻ നോക്കുന്നപ്പോൾ അവൾ കണ്ടു മാറ്റികളാണ് അല്ലേ? ഇപ്പോഴത്തെ ഒരു സിനിമയിലെ പാട്ട് പോലെ അവളെ നോക്കി ഞാൻ നിന്നെ നോക്കിയുള്ള പാട്ടുണ്ടെങ്കിൽ അത് അല്ല. ഐ വാച്ച്ഡ് ഹർ വെൻ ഷി വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ വുഡ് നോട്ട് നോട്ടീസ്. അവൾ എന്നെ നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവൾ നോക്കിക്കൊണ്ടിരുന്നു അല്ലേ? മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷ്ഡ്. അപ്പോൾ വെയിറ്റേഴ്സ് നേരത്തെ ലഞ്ചിന് പോയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ ലഞ്ച് വന്നപ്പോൾ അവിടെ ലഞ്ച് കഴിച്ചു തീർന്നു അല്ലേ? വെൻ ഐ ഗോട്ട് മൈ ലഞ്ച് ഷീ ഫിനിഷ്ഡ് ഹർ ലഞ്ച്. The waitress brought her the bill. എന്നിട്ട് അവരെന്ത് ചെയ്തു? എനിക്ക് ലഞ്ച് തന്നു, ആ കുട്ടിക്ക് ബില്ലും കൊടുത്തു. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആൻഡ് വൺ ഗോസ് ഔട്ട്. അപ്പോൾ വെയിറ്റേഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ ടിപ്പ് കൊടുക്കുന്ന രീതിയൊന്നും അവിടെ ഇല്ല. നമ്മളിവിടെ തെണ്ടിപ്പറ നടന്നാൽ പോലും എന്താണ് ടിപ്പ് കൊടുത്തിരിക്കുമ്പോൾ ടിപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആഹാരം കൊണ്ട് വിളമ്പുന്ന പുള്ളിയുടെ ജോബാണ്. നമ്മൾ കണ്ണിൽ എല്ലാം കൈക്കിൽ കൊടുത്ത് ഇന്ത്യക്കാരെയൊക്കെ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. അവിടെ ആരും കൈക്കിലൊന്നും ആകാറില്ല. വെയിറ്റേഴ്സ് ബില്ല് കൊടുത്തു. ബില്ല് ഇവിടെ അടയ്ക്കേണ്ട വെയിറ്റേഴ്സിനല്ല. നമ്മൾ കൈ കഴുകി പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഡെസ്ക് ഉണ്ട്. ആ ഡെസ്കിലാണ് ഒരാൾ ക്യാഷ് ഉണ്ടാവും, അവിടെ പേ ചെയ്യും. ദ ഡെസ്ക് ഈസ് നിയർ ടു ദ ഡോർ. ഡോറിൻ്റെ അടുത്ത് തന്നെ ഡെസ്ക് ഇട്ടിട്ടുണ്ട്. ദർ ഇസ് എ ക്യാഷ്യർ ഈസ് ഓൾസോ ദെയർ. ദ ഗേൾ സ്റ്റുഡ് അപ്പ്. ആ പെൺകുട്ടി ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് മൈ ഐസ് ഫോളോഡ് ഹർ. അവൾ പോകുമ്പോൾ അവൾ പിന്നാലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് മൈ ഐസ് ഫോളോഡ് ഹർ ആസ് ഷീ പെയ്ഡ് ഹർ ബിൽ. ഞാൻ നോക്കിയപ്പോൾ അവൾ ബില്ലൊക്കെ പേ ചെയ്യുന്നുണ്ട്. ഷീ ആസ്ക്ഡ് ദ കാഷ്യർ ഇൻ എ ലോ വോയിസ്. ഞാൻ കേട്ടു. ആ ക്യാഷ്യറോടെ ചെറിയ വോയിസിൽ ആ കുട്ടി ചോദിച്ചു. എന്താ ചോദിച്ചേ? പ്ലീസ് മിസ്. അപ്പോൾ ക്യാഷ്യർ ആരാ? ലേഡിയ. പ്ലീസ് മിസ്, can you tell me if that gentleman is an Indian? Can you tell me if that gentleman is an Indian? എന്താ ചോദിച്ചേ? മിസ്സേ, അറിയൂ ആയിരിക്കുന്ന ജെന്റിൽമാൻ ഇന്ത്യക്കാരനാണ് അല്ലേ? ആയിരിക്കുന്ന ജെന്റിൽമാൻ ഒരു ഇന്ത്യക്കാരനാണോ എന്ന് ഇങ്ങനെ വിസ്പറിൽ ആര് ചോദിച്ചു? ആ പെൺകുട്ടി ചോദിച്ചു. Can you tell me that gentleman is an Indian? അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ അങ്ങോട്ടെങ്കിലും അറിയാമെന്നല്ലേ പറയും. അത് നമ്മുടെ രീതിയാണല്ലോ. എങ്ങോട്ടാണ് പോകണ്ടേ? ഇതുവഴി പോയി വലത്തോട്ട് പോയി എടുത്തോട്ട് പോയി നേരെ പോയാൽ മതി. ഒരുത്തനെ പ്രാന്താക്കുന്ന നമുക്ക് ഭയങ്കരമായ മാനസികമായ സന്തോഷം കിട്ടുന്ന ആൾക്കാരാണ് അല്ലേ? ഐ തിങ്ക് സോ. എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഒരു ഇന്ത്യക്കാരൻ ലുക്കൊക്കെ ഉണ്ട്. ഐ തിങ്ക് സോ. ദ കാഷ്യർ ആൻസർ. ദ കാഷ്യർ പറഞ്ഞേ ഐ തിങ്ക് സോ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. എൻ്റെ അടുത്ത ചോദ്യം, ഡസ് ഹി കെയിം ഹിയർ ഓൾ ദ ടൈം? ഡസ് ഹി കെയിം ഓൾ ദ ടൈം? എന്നും വരും ഇവിടെ,
എല്ലായ്പ്പോഴും വരാറുണ്ടോ? വെദർ ഹി ഈസ് എ റെഗുലർ വിസിറ്റർ ഓഫ് ദിസ് റെസ്റ്റോറന്റ്? അപ്പോഴും മിസ് പറഞ്ഞ ഉത്തരം കണ്ടോ? പെർഹാപ്സ് നോട്ട്. അങ്ങനെ എന്നും ഞാൻ പുള്ളിയെ കണ്ടിട്ടൊന്നുമില്ല. പെർഹാപ്സ് നോട്ട്. I do not recall. Recall is a good word. Remember. I do not recall having seen him before. ഞാൻ മുമ്പൊന്നും ഇയാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. അല്ലേ? അല്ലേ? മുമ്പ് ഞാൻ ഒരിക്കലും ഇയാളെ ഇവിടെ കണ്ടിട്ടില്ല, ഇവിടെ വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ആദ്യം എന്താണ്? വെദർ ദ ജെന്റിൽമാൻ ഈസ് എൻ ഇന്ത്യൻ. രണ്ടാമത് ചോദിച്ചത് എന്താണ്? ഡസ് ഹി കം റെഗുലർലി? ഇത്രയും കേട്ടിട്ട് കുട്ടി പറയും താങ്ക് യു. സെഡ് ദ ഗേൾ. ഗേൾ എന്ന് പറഞ്ഞു ഇതാണ് താങ്ക് യു മാഡം, അല്ലേ? താങ്ക് യു. ആൻഡ് ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ. എന്നിട്ട് വീണ്ടും അവിടെ തിരിഞ്ഞു നോക്കി. അല്ലേ? ഇതൊരു ഹീസ് എൻ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ നോക്കി. ലുക്ക്ഡ് അറ്റ് മീ മോർ വിത്ത് സ്റ്റാർട്ടിൽഡ് എയർ. കാരണം വല്ലാത്തൊരു എന്താണ് ഭയത്തോടെയാണ് നോക്കുന്നത്. നോക്കുമ്പോൾ നോക്കിയിട്ട് മാറ്റിക്കളെ അറിയത്തില്ല. ഒരു സ്ട്രേഞ്ച് മാനെ നോക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? സ്റ്റാർട്ടിൽ എയർ മീൻസ് അർത്ഥം എന്താണ്? ഒരു ഭയത്തോടു കൂടി എന്ത് ചെയ്തു? നോക്കി തിരിഞ്ഞു കളഞ്ഞു. ആൻഡ് വെന്റ് ഔട്ട്. ആ പെൺകൊച്ചു പോയി. ഇറ്റ് സർപ്രൈസ്ഡ് മീ. ഇതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എന്നെ ഒരു പരിചയമില്ലാത്ത പെൺകൊച്ചു എന്നെ നോക്കിയിട്ട് എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്തു? ആ ക്യാഷ് കൗണ്ടർ വിട്ടു പോയപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തോന്നും എന്തിനായിരിക്കും? കോസ് ഓഫ് എൻക്വയറി എന്തിനായിരിക്കും? വൈ? വാട്ട് വാസ് ദ മാറ്റർ? ഹർ ഇൻട്രസ്റ്റ് ഇൻ മീ അറൗസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹർ. ഹർ ഇൻട്രസ്റ്റ് ഇൻ മീ അറൗസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹർ. അർത്ഥം എന്താ? അവൾക്ക് എന്നോട് താല്പര്യം തോന്നിയപ്പോൾ എനിക്കും അവളോട് വല്ലാതെ താല്പര്യം തോന്നി. എനിക്കും അറിയണം അവൾ ആരാ. വെൻ ഐ ഫിനിഷ്ഡ് മൈ ലഞ്ച്, ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ലഞ്ച് ഫിനിഷ് ചെയ്തു. ഐ ആസ്ക്ഡ് ദ വെയിട്രസ്, ഡു യു നോ ദ ഗേൾ ഹൂ സിറ്റിംഗ് ഓവർ ദേർ? മാഡം, ഇവിടെ ഒരു ആഹാരം കഴിച്ചിട്ട് പോയില്ലേ? ആ കുട്ടി അറിയും. ഡു യു നോ? ആൻഡ് വെയിട്രസ് ആൻസർ, നോ സർ. ഇല്ല, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹർ. എനിക്കവിടെ അറിയത്തേ ഇല്ല. ഐ ഡോണ്ട് നോ ഹർ ടു സ്പീക്ക് ഓഫ്. കാരണം ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനേ എനിക്കെല്ലാം അറിയണ്ടേ? എനിക്കൊന്നും അറിയില്ല. Then how? I have noticed she had lunch here on Saturdays. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കുട്ടി സാറ്റർഡേസ് എല്ലാം ഇവിടെ ലഞ്ച് കഴിക്കാൻ പറ്റും. അത് ഉറപ്പാണ്, അല്ലേ? ആൻഡ് ഷീ കംസ് ഓൺലി ഓൺ സാറ്റർഡേസ് ഫോർ ഹർ ലഞ്ച്. അപ്പോൾ ഓതർ ചോദിച്ചു, ദിസ് ഷീ കം ഓൺ എനി അതർ ഡേ? വേറൊരു ദിവസം വരില്ലേ? സാറ്റർഡേ മാത്രമേ വരുള്ളൂ. ഡസ് ഷീ കം എനി അതർ ഡേ? അപ്പോഴും നോ നല്ല ഉത്തരം പറഞ്ഞേ. വെയിറ്റേഴ്സ് പറഞ്ഞ ഉത്തരം എന്തായിരുന്നു? ഐ നെവർ സീ ഹർ ഓൺ അതർ ഡേയ്സ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മറ്റുള്ള ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഐ നെവർ സീ ഹർ എനി അതർ ഡേയ്സ്. വീണ്ടും നമ്മുടെ ഓതർ ചോദിക്കുകയാണ്, ഹാവ് യു എനി ഐഡിയ ഹൂ ഷീ ഈസ്? ആ പെൺകൊച്ച് ആരെന്നത് ചെയ്യുന്നു? ഡു യു നോ ഹർ? Any idea you have about the girl? Perhaps she works in the nearby shop. എനിക്ക് തോന്നുന്നത് അടുത്ത ഏതോ ഒരു ഷോപ്പിലാണ് ഈ കുട്ടി വർക്ക് ചെയ്യുന്നത്, ഒരു കടയിലാണ് ഈ കുട്ടി വർക്ക് ചെയ്യുന്നത്. ഒന്ന് ചോദിച്ചു, ഹൗ ഡു യു നോ? അതെങ്ങനെ അറിയാം? ഹൗ ഡു യു നോ? സാറ്റർഡേസ് എ പേ ഡേ. ഓടേ എന്നല്ല കേട്ടോ. സാറ്റർഡേസ് എ പേ ഡേ. പേയ്മെന്റ് കിട്ടുന്ന ദിവസം എന്താണ് സാറ്റർഡേ. അപ്പോൾ വീക്ക്ലി സാലറിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഇത് മനസ്സിലായില്ലേ? That is when she comes. അതുകൊണ്ടാണ് വരുന്നത്. On other days she may not able to afford the lunch. ഒരു പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താണ് ലഞ്ച് മേടിച്ച് കഴിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവത്തില്ല. അതുകൊണ്ടായിരിക്കും സാറ്റർഡേ വരുന്നത്. Perhaps she does not engage much. ഭയങ്കരമായ വരുമാനം എന്നുള്ള കുട്ടിയൊന്നും ആയിരിക്കത്തില്ല. അതായിരിക്കും സാറ്റർഡേ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടി ഇവിടെ വരുന്നത്. I was moved by what she said. ഞാൻ വല്ലാതെ വിഷമിച്ചു. സാറ്റർഡേ മാത്രം ആഹാരം കഴിക്കുക അല്ലേ? വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ റൈറ്ററോട് ഉണ്ടായിരുന്നു. ആൻഡ് ദസ് ഹി വാസ് ടോട്ടലി മൂവ്ഡ് ബൈ ദ ഇൻസിഡന്റ്. ദ ക്യൂരിയോസിറ്റി ഐ ഫെൽറ്റ് ദ ഗേൾ പെർസിസ്റ്റഡ്. ഞാൻ
ആ കുട്ടിയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കും, ആരായിരിക്കും കുട്ടി? എന്നെ മനസ്സ് വല്ലാതെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കുട്ടി ആരാണ് ആരാണ് എന്നറിയാനുള്ള വല്ലാത്തൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഹു വാസ് ദ ചൈൽഡ്? ആ കുട്ടി ആരാണ്? വൈ ഹാഡ് ഷീ എൻക്വയർഡ് അബൌട്ട് മീ? അവൾ എന്നെ അന്വേഷിച്ചത്. വാസ് എ മിസ്റ്ററി ഇൻ ദ കോസ് ഓഫ് ഇൻട്രസ്റ്റ്? ഇനി അവൾ എന്നെ അന്വേഷിച്ച് എന്തെങ്കിലും മിസ്റ്ററി ഉണ്ടോ എന്നുള്ള 3 ചോദ്യങ്ങൾ ഇയാളെ വല്ലാതെ അലട്ടി. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ക്ലാസ്. ഓഥർ അയാളെ കാണുന്നു, ആ വ്യക്തി ഇയാൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ആ കുട്ടി അയാൾക്ക് എന്ത് ചെയ്തു? ആ പെൺകുട്ടി അയാളെ ഇൻട്രസ്റ്റ് ഉണ്ടായി. ഈ 3 ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഹു വാസ് ദ ചൈൽഡ്? രണ്ടാമത്തെ ഏതായിരുന്നു? വൈ ഹാഡ് ഷീ എൻക്വയർഡ് അബൌട്ട് മീ? വാസ് സം മിസ്റ്ററി ബിഹൈൻഡ് ദിസ്? അങ്ങനെ ഈ 3 അൺആൻസർഡ് ചോദ്യങ്ങളുമായി നമ്മുടെ ഓഥർ ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. തൽക്കാലം അയാൾ ഒരുവിധം ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ് മാറിക്കാണും. വിശപ്പ് മാറിയിലൂടെ ഇരിക്കട്ടെ. എന്തായാലും ഇനി ഇരുന്നാൽ എൻ്റെ വിശപ്പ് കൂടും. അപ്പോൾ ഇത്രയും ഭാഗം വായിക്കുക. റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി ക്യാൻ ബി ഡിസ്കസ് ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. പ്ലീസ് ഗോ ആൻഡ് ഹാവ് യുവർ ലഞ്ച്. നിങ്ങൾ പോയി ആഹാരം കഴിച്ചു കേട്ടോ. ഓക്കെ, ബൈ. ക്യാച്ച് യു ലേറ്റർ. ഹാവ് എ നൈസ് ഡേ.